പ്രഭാഷകൻ 11:27. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്ന ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. ബൈബിള് പറഞ്ഞത് ജീവിത അന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥം. ചിലർക്ക് മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി, ഹിസ്റ്ററി നോക്കിയാൽ മതി. ഞാൻ എപ്പോഴൊക്കെ ഉണ്ട് ഹിസ്റ്ററി മായില്ല. എല്ലാവരും പറയും ഇങ്ങനെ കമ്പ്യൂട്ടർ ഒന്നും മാഞ്ഞു പോകില്ല. നിങ്ങൾ ഒരു കാര്യം നോക്കണം, ഈ മായാത്ത കമ്പ്യൂട്ടറിനെ നിർമ്മിച്ചത് ബുദ്ധി, മനുഷ്യന് കൊടുത്തവനാരെ എന്തായിരിക്കും ബുദ്ധി. അപ്പൊ അവന്റെ മാഞ്ഞു പോകും. ഇവിടുത്തെ സെർവർ നിന്ന് മാഞ്ഞ് ഈ സെർവർ കണ്ടുപിടിക്കാൻ ബുദ്ധി കൊടുത്താരാ? അപ്പൊ ആ ദൈവത്തിന് ബുദ്ധിയില്ലേ? അപ്പൊ ഇതെല്ലാം ആരുടെ ഓർമ്മയിലുണ്ട്? അവിടെ മാഞ്ഞു പോകും. അതുകൊണ്ട് ഗലാത്യ 6:7 പൗലോസ് പറയും, ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റത്തില്ല. അടുത്ത വചനം പറയാണ്, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. വിശുദ്ധരെ ആളുകൾ അറിഞ്ഞു, വിശുദ്ധരായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് എപ്പോഴാ? മരണശേഷം ദൈവം അവരെ മഹത്വപ്പെടുത്തി അവരുടെ കല്ലറുകളിൽ അത്ഭുതങ്ങൾ വന്നപ്പോഴാണ്. കാരണം മരണത്തിലാണ്. അതിനു ആരെയും ഭാഗ്യവാനെന്ന് പറയരുത്. ഓ, അവള് ഭാഗ്യവതിയോ, കൊണ്ടുപോയിക്കോ, അവൾക്ക് 2 മക്കളെ കിട്ടി, 10 മക്കളെ കിട്ടി, ഭർത്താവിനെ കിട്ടും എന്ന് പറയരുത്. എങ്ങനെയാണിത് കിട്ടിയെന്നുള്ളത് പിന്നെ നോക്കാം. അവൻ ഇഷ്ടംപോലെ പണമുണ്ട്, പെട്ടെന്ന് കയറി പറയരുത് അവൻ ഭാഗ്യവാനെന്ന് പറയരുത്. മരണശേഷം നമുക്ക് പറയാം എങ്ങനെയാണാവോ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടും ഞാൻ പറഞ്ഞേ, ഇതൊന്നും ഉണ്ടാക്കിക്കൊണ്ട് ഒരിടത്തും പോകുന്നില്ല. ഇതെൻ്റെ മനസ്സിലൊന്നും ഉണ്ട്. ഈ ടർക്കിയില് ഈ അന്ത്യോക്ക് പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ഏകദേശം 5 ലക്ഷം പേരോളം അവിടെ മരിച്ചുപോയി. അവിടെയുള്ള ആളുകൾ പറഞ്ഞോട്ടെ, അവിടെയുള്ള അച്ഛന്മാരുണ്ട് പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതിനടുത്ത് പോയിട്ടുണ്ട്. അവിടെ പോയിട്ടില്ല, അടുത്ത് വരെ. അപ്പൊ ഇവര് പറയാണ്, രാത്രിയിൽ ഇങ്ങനെ ഭൂമി ഉല്ലി കഴിയുമ്പോൾ ഇങ്ങനെ വള്ളം കിടന്നിങ്ങനെ ആടുന്ന പോലെ ഈ ഞങ്ങളുടെ ബിൽഡിങ് കിടന്ന് ആടുന്നു. കറണ്ടെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോയി, കൂട്ടക്കാർച്ചയൊക്കെ ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കാം. ഇരുട്ടത്തിന് പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്തു. പിന്നെ നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്, ജാക്കറ്റ് എടുത്തിട്ടു. പെട്ടെന്ന് അടുത്ത അച്ഛനെ വിളിച്ചു. അച്ഛനെ പെട്ടെന്ന് എഴുന്നേറ്റു. അവരിറങ്ങി തെരുവിലൂടെ ഓടുകയാണ്. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ നഷ്ടപ്പെട്ട് കയ്യിൽ പാണ്ടക്കെട്ടുമായിട്ട് കുറച്ച് പേര്. ബാക്കിയുള്ള ആരെവിടെ എന്തെന്ന് ആർക്കും അറിയത്തില്ല. എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം അതിൽ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ട് കാണിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ളൂ മനസ്സിലുള്ളൂ. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ശരിക്കും ബുദ്ധിയില്ലാത്തവരാകരുത്, ബുദ്ധിയുള്ളവരാകണം. നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുക. ലോട്ടറി അടിക്കുന്ന ഭാഗ്യം പോലെ പണം ഉണ്ടാക്കുന്ന ഭാഗ്യം എന്നാണ്. അതാണ് വിശ്വാസികളുടെ പോലും അവിശ്വാസം. ദൈവത്തെ ചെറുതാക്കുന്ന ഒത്തിരി വാക്കുകൾ അറിഞ്ഞു അറിയാതെ നമ്മൾ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ ഓരോ പാഴ്വാക്കിനും ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും.